എൻ്റെ മക്കളെ ഇന്നുണ്ടല്ലോ ഒരു സർപ്രൈസ് നോമ്പറാണ് കേട്ടോ. വല്യമ്മക്കും വല്യപ്പക്കും വേണ്ടി തറവാട്ടിലേക്ക് ഇവിടുന്ന് ഭക്ഷണം വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോവാണേ. ബീഫ് ബിരിയാണിയാണ് മക്കളെ. അപ്പോൾ ബിരിയാണി ചെമ്പൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ കയറ്റുകയാണ്, എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. റെഡി അല്ലേ? അപ്പൊ നമ്മള് സർപ്രൈസ് നോമ്പ് തറ. അപ്പോൾ ഇവിടെ തറവാട്ടിലെത്തി. എവിടാണോ എന്തോ, ചിലപ്പോൾ കിടക്കട്ടെ ആയിരിക്കും കേട്ടോ. ഏതായാലും പോയി നോക്കാം. ഉമ്മ തൽക്കാലം കയറി വാതിലൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്, തപ്പി നോക്കുന്നുണ്ട് എവിടാന്നുള്ളത്. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ ചിരി ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ടി. ഇനിയിപ്പോൾ തൽക്കാലം ബിരിയാണി ചെമ്പ് ഇങ്ങോട്ട് ഇറക്കട്ടോ. നല്ല ബീഫ് ബിരിയാണിയാണ്. ഉമ്മച്ചിക്കും വായിച്ചിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ് ബീഫ് ബിരിയാണി. വായിച്ച് കണ്ടില്ലേ, ദിക്കറൊക്കെ ചൊല്ലി ഫുൾ ടൈം ദിക്കറാണ് കേട്ടോ. മാഷാ അല്ലാഹ്. അതേപോലെ തന്നെ ഇതിൻ്റെ കുരുപ്പാണ്, ആവിയൊക്കെ ഇട്ട് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ, നല്ല കിടിലൻ മഴ. ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അൺഎക്സ്പെക്ടഡ് തുടങ്ങി പെട്ടെന്ന് ഇങ്ങനെ സെറ്റ് ആക്കി നല്ല ബീഫ് ബിരിയാണി, റൊട്ടി പൊരിച്ചത്. ഈ മെച്ചിൻ്റെ സ്പെഷ്യൽ നാരങ്ങ വെള്ളമുണ്ട്, അതൊന്ന് ഒഴിച്ചു വെക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ, ഇലാൻ പെങ്ങളെ ഗ്രൂപ്പാണ്. വൻ ആറ്റിറ്റ്യൂഡ് സിങ്കാണ് ആള്. അങ്ങനെ ഫുഡൊക്കെ കുറച്ചാണെങ്കിലും ഉള്ളത് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തതിന് ശേഷം നിലത്താണോ കട്ടുമ്പലാണോ കസാരമ്മലാണോ എവിടാണെന്നൊന്നും അറിയില്ല, കിട്ടിയെടുത്തുനിന്ന് നോമ്പ് തുറക്കാണ് കേട്ടോ. ഉമ്മൊക്കെ എപ്പോഴും സപ്ലൈയിൽ തന്നെ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് വായിച്ചിനെയും മീമിച്ചിനെയും കണ്ട് സലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. ഇതുപോലെ സന്തോഷം ഉണ്ടാവാൻ വേറെ ഒന്നും ചെയ്യണ്ട. ഇതേപോലെ ഇവരൊക്കെ ചേർത്ത് പിടിച്ചാൽ മതി. അവരെ ഒറ്റക്കാണെന്നുള്ള തോന്നൽ അവർക്ക് ഇല്ലാണ്ടെന്നാൽ മതി. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെന്താണ്, പിന്നെ എന്തില്ലേ. അപ്പോൾ ഓക്കെ, ബൈ.